അസമിൽ 4 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശിയായ ബിജൻ താന്തിയാണ് പിടിയിലായത്. പ്രദേശത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് പ്രതി. മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ വേഗത്തിലുള്ള അന്വേഷണത്തിലാണ് ഇയാൾ കുടുങ്ങിയത്. മാർച്ച് 4-നാണ് നാടിനെ നടുക്കിയ ഈ സംഭവം നടന്നത്. വീട്ടിൽ ആരുമില്ലാത്ത തക്കം നോക്കി പ്രതി അതിക്രമിച്ച് കയറുകയായിരുന്നു. ചോക്ലേറ്റ് വാങ്ങി നൽകാമെന്ന് പ്രലോഭിപ്പിച്ചാണ് പ്രതി കുട്ടിയെ കടയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയത്. കുട്ടിയുടെ വിശ്വാസം പിടിച്ചുപറ്റിയ ശേഷം ഇയാൾ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. മണിക്കൂറുകളോളം പീഡനത്തിനിരയാക്കിയ ശേഷം കുട്ടിയെ തേയിലത്തോട്ടത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അതിക്രൂരമായ പീഡനമാണ് കുട്ടിക്ക് നേരിടേണ്ടി വന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. വീട്ടിൽ തിരിച്ചെത്തിയ കുട്ടിക്ക് അനുഭവപ്പെട്ട ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നാണ് മാതാപിതാക്കൾ വിവരം തിരക്കിയത്. തുടർന്ന് കുട്ടി കാര്യങ്ങൾ വെളിപ്പെടുത്തിയതോടെയാണ് പരാതി നൽകിയത്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് ഉടൻ തന്നെ ബിജൻ താന്തിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതിക്കെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള കർശന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഇപ്പോൾ കേസ് നടപടികൾ പുരോഗമിക്കുന്നത്. കുട്ടിയുടെ സുരക്ഷയ്ക്കും മാനസിക പിന്തുണയ്ക്കും പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ടെന്ന് CWC അറിയിച്ചു. സംഭവത്തിന് ശേഷം കുട്ടിയെ വിദഗ്ധ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി. പരിശോധനയിൽ പീഡനം നടന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രദേശത്തെ ജനങ്ങൾ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഓട്ടോ ഡ്രൈവർ എന്ന മറവിൽ ഇയാൾ ഇത്തരത്തിൽ മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ ഫോൺ രേഖകളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. കുട്ടികൾക്കെതിരായ ഇത്തരം അതിക്രമങ്ങൾ തടയാൻ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അസം പോലീസ് അറിയിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് മുൻഗണന നൽകുമെന്നും അവർ വ്യക്തമാക്കി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി അയാളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും. കുട്ടിയുടെ മൊഴിയിൽ വിശ്വസ്തതയുണ്ടെന്നും ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പെട്ടെന്ന് തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും പോലീസ് ഉറപ്പ് നൽകുന്നു. സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഇവർക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കുട്ടിയുടെ മനസ്സിനുണ്ടായ മുറിവ് വലുതാണെന്ന് കൗൺസിലർമാർ അഭിപ്രായപ്പെടുന്നു. അവർക്ക് വിദഗ്ധമായ മാനസിക ചികിത്സ ആവശ്യമാണ്. അസം പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ കാരണമാണ് പ്രതിയെ ഇത്ര വേഗം പിടികൂടാൻ സാധിച്ചത്. മാതാപിതാക്കളും നാട്ടുകാരും പോലീസിന് പൂർണ്ണ പിന്തുണ നൽകി. മറ്റു കുട്ടികൾക്കും സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കാൻ എല്ലാ നിലയിലുമുള്ള ബോധവൽക്കരണം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും പ്രതിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഉറപ്പാക്കുമെന്നും പോലീസ് ആവർത്തിച്ചു. നിയമപരമായ എല്ലാ നടപടികളും വേഗത്തിലാകും.